ചില തുറന്നു പറച്ചിലുകൾക്ക് ജീവിതത്തിൽ അത്രയേറെ പ്രാധാന്യമുണ്ട്. ഞാനൊരു കഥ പറഞ്ഞുതരാം. ഒരിക്കൽ ഒരു കഷൻ്റെ ആയിട്ടുള്ള ഒരാൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ആ വെയിറ്റർ വന്നിട്ട് ആ ബില്ല് കൊടുക്കുന്നുണ്ട്. ബില്ല് കൊടുത്താണ്ട് പറഞ്ഞു, സർ യുവർ ബില്ല് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചങ്ങായി പറഞ്ഞു, നോ ഐ ആം നോട്ട് ബിൽ, ഐ ആം ക്രിസ്ത്യൻ എന്ന് പറഞ്ഞു. അതല്ല സർ, ഇതാണ് താങ്കളുടെ ബില്ല്, താങ്കൾ ഇത് നിർബന്ധമായിട്ടും കൈപ്പറ്റണം പറഞ്ഞു. സോറി മോനെ, ഞാൻ ആരുടെ നിർബന്ധമായിട്ടൊന്നും കൈപ്പറ്റാറില്ല എന്നും പറഞ്ഞു ഇയാൾ. അങ്ങനെ ഈ വെയിറ്റർ കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞു, സർ യു ഹാവ് ടു പേ ദിസ്, യു ഹാവ് ടു പേ, അതായത് നിങ്ങളിത് നിർബന്ധമായിട്ട് അടക്കേണ്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചങ്ങായി കേട്ടത് യു ഹാവ് ടു പേ എന്നാണ്. ടു പേ എന്ന് വെച്ചാൽ ഫ്രഞ്ച് ഭാഷയിൽ വിഗ് എന്നൊരു അർത്ഥം കൂടി ഉണ്ട്. അതായത് കഷൻ്റെ ആയിട്ടുള്ള താങ്കൾ വിഗ് വെക്കണമെന്നാണ് ഈ ചങ്ങാനോട് പറഞ്ഞതെന്നാണ് ഇയാൾ വിചാരിച്ചത്. അങ്ങനെ അവിടുന്ന് ദേഷ്യം പിടിച്ചിട്ട് എഴുന്നേക്കണം. എന്ത്, നീ എന്നോട് വിഗ് വെക്കാൻ വേണ്ടിയിട്ട് പറയുമെന്ന് പറഞ്ഞിട്ട് അയാൾ ദേഷ്യം പിടിച്ചിട്ട് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇതാ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ കണ്ടുട്ടോ. എന്നിട്ട് അയാൾ ഈ വെയിറ്ററോട് വന്നിട്ട് പറയാണ്, എടാ നീ ആരോടെ വിഗ് വെക്കാൻ വേണ്ടി പറഞ്ഞോ? ഈ നാട്ടിലെ രാജാവിൻ്റെ മകനോടാ, അവനോടാണോ താൻ വിഗ് വെക്കാൻ വേണ്ടി പറയുന്നത് പറഞ്ഞിട്ട് ഈ വെയിറ്ററോടിൻ്റെ ചൂടായി. ഇനി നിനക്ക് എന്ത് സംഭവിക്കുന്നുള്ളത് നീ കണ്ടറിഞ്ഞോ എന്നും പറഞ്ഞു. അങ്ങനെ ഈ വെയിറ്റർ പേടിച്ച് ഇങ്ങനെ തള്ളി നീക്കും ഓരോ ദിവസം. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ രാജാവിൻ്റെ മകൻ വരുന്നത് എങ്ങനെ അറിയോ? തലയിൽ വിഗ് വെച്ചുകൊണ്ട്. എന്നിട്ട് ഈ വെയിറ്ററിൻ്റെ തോളിൽ വന്ന് കൈയിട്ടുകൊണ്ട് പറയാണ്, എടാ ഇത്രയും കാലം എന്നെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്നോട് എന്നെ കാണാൻ നല്ല രസമുണ്ട്, ഈ കോലത്തിൽ എനിക്ക് നല്ല ഭംഗിയുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ നീ മാത്രമാണ് എന്നോട് വിഗ് വെക്കാൻ വേണ്ടി പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് സൗഹാർദ്ദം പുലർത്താണ്. എന്നിട്ട് പറഞ്ഞു, നീ ഒരിക്കലും ഈ റെസ്റ്റോറൻറ്റിൽ പണിയിരിക്കണ്ട, നീ കൊട്ടാരത്തിലേക്ക് വാ, അവിടെ നിനക്ക് നല്ല ജോലി തരാമെന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. കേട്ടത് പിഴച്ചതാണെങ്കിലും അവൻ്റെ ആ പറച്ചിലിന് അവൻ്റെ ജീവിതം തന്നെ മാറ്റാൻ സാധിച്ചു. നമ്മൾ വിചാരിക്കും തുറന്നു പറഞ്ഞാൽ പ്രശ്നമാകുമോ എന്നുള്ളത്, പക്ഷേ അങ്ങനെയല്ല, ഒരുപാട് പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ടാണ് അത് മാറുന്നത്.